ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഒരു നൈക്ക ഹോളാണ് കേട്ടോ. അതായത് ബിലോ 100 നൈക്ക ഹോൾ. ബിലോ 100 നൈക്കയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഞാനിത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയേക്കുന്ന ബിലോ 100 പ്രൊഡക്ട്സ് നോക്കുമ്പോൾ നൈക്കയിലാണ് ഒബ്വിയസ്ലി കുറച്ച് കൂടുതൽ പ്രൊഡക്ട്സ്, കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൂടുതലും ഉള്ളത് നൈക്കയിലാണ് കേട്ടോ. ഇൻ കമ്പാരിസൺ വിത്ത് ഫ്ലിപ്കാർട്ട് ആൻഡ് ആമസോൺ. അത് ഈ സെയിം പ്രൊഡക്ട്സ് അതിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ബിലോ 100 നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് നൈക്കയിലാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വാങ്ങിയേക്കുന്ന ഒരു നെയിൽ പോളിഷ് റിമൂവറാണ്. ദിസ് ഇസ് ഫ്രം ദ ബ്രാൻഡ് കോൾഡ് സ്വിസ് ബ്യൂട്ടി. ആൻഡ് ഇത് 110 ml ആണ് കേട്ടോ. 110 ml സ്വിസ് ബ്യൂട്ടി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു ബ്രാൻഡാണ്. അപ്പം 110 ml ജസ്റ്റ് ഫോർ 80-90 റുപ്പീസ് എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു സംഭവമാണ്. എക്സാക്ട് റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഓരോ പ്രൊഡക്റ്റ് കാണിക്കുമ്പോൾ സ്ക്രീനിൽ കൊടുത്തേക്കാം എക്സാക്റ്റ് ആയിട്ടുള്ള റേറ്റ് എത്രയാണ് കേട്ടോ. ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പം ഇത് സ്വിസ് ബ്യൂട്ടിയുടെ നെയിൽ പോളിഷ് റിമൂവറാണ്. ഇത് വൈറ്റമിൻ ഇ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. വാനില ഫ്ലേവറാണ്, അസറ്റോൺ ഫ്രീ ആണെന്നാണ്. ഇത് 110 ml ഉണ്ട്. 110 ml ജസ്റ്റ് റുപ്പീസ് വരുന്നത് ബിലോ 100 ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു വർത്തി പർച്ചേസ് ആണ്. യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. ഇത് യൂസ് ചെയ്തിട്ടില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഉണ്ട് പ്രൊഡക്റ്റ് എന്നറിയില്ല. ഇത് യൂസ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. റിമൂവറിൻ്റെ അതേ വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രൊഡക്റ്റ്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് റേ കോസ്മെറ്റിക്സിൻ്റെ ഒരു ഐബ്രോ കേളറാണ് കേട്ടോ. ഇത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു യൂസ് ചെയ്യണമെന്ന്. എങ്ങനെയുണ്ട് എന്ന് അറിയത്തില്ല, യൂസ് ചെയ്യാനും അറിയത്തില്ല കേട്ടോ. പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ യൂസ് ചെയ്ത് നോക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു സാധനമാണിത്. ഇതിൽ കൊടുത്തേക്കുന്ന MRP വന്നിട്ട് 250 റുപ്പീസാണ്. പക്ഷേ നമുക്ക് കിട്ടിയേക്കുന്ന ബിലോ 100 ആണ് കേട്ടോ. എങ്ങനെയാണ് സാധനം ഉള്ളത് ഇങ്ങനെയാണ്. ആൻഡ് സീരിയസ്ലി എനിക്കിത് യൂസ് ചെയ്യാൻ അറിയില്ല ഗൈസ്. ഇതെന്താ ഇങ്ങനെ? യൂസ് ചെയ്യാൻ അറിയില്ലല്ലോ. ഓപ്പൺ ഐലാഷ് കളറിന് ഇത് ഓപ്പൺ ചെയ്യണമെന്നാണല്ലോ. ഇത് ക്ലോസ്ഡ് ആണോ? ഗൈസ്, യെസ്, അത് ക്ലോസ്ഡ് ആയിരുന്നു. അതിലിങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു. അത് പോയപ്പോൾ ഇത് ഓപ്പണായി. അത് കാണുന്നുണ്ടോ? യെസ്, നൗ ഐ അണ്ടർസ്റ്റുഡ്. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ മസ്കാര ഇട്ട് കട്ടിക്ക് വെച്ചേക്കുക. അപ്പം ഇതാണ് കേട്ടോ സാധനം. ഇങ്ങനെയാണ് കൊള്ളാം. യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് റിവ്യൂ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ഞാൻ വാങ്ങിച്ചേക്കുന്ന സാധനം വന്നിട്ട് ലേ മാർബിൾ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഒരു സിലിക്കോൺ ഐസ് റോളറാണ് കേട്ടോ. ഭയങ്കര ചൂട് നിൽക്കുന്നു. ഒന്ന് ഫാൻ ഇട്ടിട്ട് വരാം. ഓക്കെ, ഇതൊരു സിലിക്കോൺ ഐസ് റോളറാണ് കേട്ടോ. ഇതും ഞാൻ കുറേ മറ്റേ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ DIYs ഒക്കെ അവർ ട്രൈ ചെയ്യുമ്പോൾ ഇതിൽ ഒരു ദിവസം ബീട്രൂട്ട്, ഒരു ദിവസം അലോവേറ ജെൽ, ഒരു ദിവസം ക്യുക്കുംബർ ജ്യൂസൊക്കെ ഇട്ട് ഇങ്ങനെ റോൾ ചെയ്യുന്ന കാണുമ്പോൾ ഞാനും വിചാരിച്ചിട്ടോ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു എന്ന്. അങ്ങനെ ഞാൻ വാങ്ങിയിരിക്കുന്നതാണ് ഈ ഒരു സാധനം. ഇതിൽ കൊടുത്തേക്കുന്ന MRP 150 റുപ്പീസാണ്. ബട്ട് വി ഗോട്ട് ഇറ്റ് ഫോർ ₹90. നല്ല കളറ്, ലൈറ്റ് പർപ്പിൾ ആൻഡ് ഒരു ഡാർക്ക് പർപ്പിൾ കളറാണ്. അതിങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പം എൻ്റെ ഡൗട്ട്, ഇതിലും വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതെങ്ങനെ അടയ്ക്കും? നോ, അങ്ങനെയല്ല അത് യൂസ് ചെയ്യണ്ടേ. ഇവിടെ ഇങ്ങനെ അടച്ചു വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. ഇതിൽ കൂടെയാണ് നമ്മൾ വെള്ളം നിറച്ച് അടച്ചു വെക്കേണ്ടത്. മനസ്സിലായല്ലോ അല്ലേ? സാധനങ്ങളൊക്കെ ആദ്യമായിട്ട് നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ പല കൺഫ്യൂഷൻസും നമുക്ക് ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ
സിലിക്കോൺ ഐസ് റോളർ. അതാണ് നമ്മുടെ അടുത്ത പർച്ചേസ് കേട്ടോ. അടുത്തത് വന്നിട്ട് ഞാൻ എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഐലൈൻ അസിസ്റ്റ്. അതായത് വൃത്തിക്ക് കണ്ണ് എഴുതാൻ അറിയില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഈ എഴുതിയ കണ്ണ് ഇപ്പുറത്ത് അതേപോലെ എഴുതാൻ ഭയങ്കരമായി കഷ്ടപ്പെടുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഇത്. ബ്രോൺസൺ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. എനിക്കറിയില്ല അത് ബ്രാൻഡാണോ അല്ലയോ എന്ന്. കൊടുത്തേക്കുന്ന MRP വന്നിട്ട് 200 റുപ്പീസാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വേറെ വീഡിയോ ഞാൻ ചെയ്യാം, അതുകൊണ്ട് ഞാനിത് പൊട്ടിക്കുന്നില്ല. അപ്പം ഇതാണ് പ്രൊഡക്റ്റ് വന്നിട്ട് ഐലൈൻ അസിസ്റ്റ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അടുത്ത് ഞാനൊരു കോമ്പാക്ട് പൗഡർ വാങ്ങിയിട്ടുണ്ട്. ഇത് ബ്ലൂ ഹെവൻ്റെ ആണ്. ഇത് ജസ്റ്റ് ഞാൻ ബിലോ 100 കണ്ടപ്പോൾ വാങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതിലവർ പറഞ്ഞിട്ടുണ്ട് വിത്ത് SPF നോൺ സ്റ്റിക്കി ഡെർമറ്റോളജിക്കലി പ്രൂവ്ഡ് എന്നൊക്കെ. MRP 100 ആണ്. ആൻഡ് എ വൈഡ് റേഞ്ച് ഓഫ് ഷെയ്ഡ് ഓപ്ഷൻസ് ആർ അവൈലബിൾ. വാനില ഉണ്ട്, ക്രീം ബ്ലഷ് ഉണ്ട്, ഹണി, കാരമൽ, ടോഫി ടാൻ, ചോക്ലേറ്റ്. ആൻഡ് ഈ ഷെയ്ഡ് നമ്മൾ എടുത്തേക്കുന്ന ഷെയ്ഡ് വന്നിട്ട് ഇതിൽ ഷെയ്ഡും ഇല്ലേ, എനിക്കറിയില്ല ഇതിൻ്റെ ഷെയ്ഡ് ഏതാന്ന്. ഞാൻ നൈക്കേ നോക്കിയിട്ട് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അല്ല ഇതിൽ കൊടുക്കേണ്ടതല്ലേ നമ്മൾ ഏത് ഷെയ്ഡാണ് എടുത്തതെന്നൊക്കെ അല്ലേ. ഇതിനൊരു ഷെയ്ഡേ ഉള്ളൂ. ഇത് ഐ തിങ്ക് കാരമലോ ടോഫി ടാനോ ആവാനാണ് ചാൻസ്. ഇതാണ് കേട്ടോ, അങ്ങനെയാണ് ഉണ്ടാവുക. എനിക്കറിയില്ല എങ്ങനെയുണ്ട് എന്ന്. ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. എന്തായാലും ബിലോ 100 എനിക്ക് കിട്ടിയൊരു സാധനമാണിത്. ബ്ലൂ ഹെവൻ ഒരു ബ്രാൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്തത്. അപ്പം ഇതാണ് അടുത്ത പർച്ചേസ്. ആൻഡ് അടുത്ത പർച്ചേസസ് ഒരു മസ്റ്റ് ഹാവ്. ആൻഡ് എപ്പോഴും നമ്മൾ വാങ്ങുന്ന സാധനം ലിപ് ലൈനർ. ആൻഡ് ദിസ് ഇസ് ഫ്രം ദ ബ്രാൻഡ് കോൾഡ് മാസിൻ്റെ ലിപ് ലൈനറാണിത്. എൻ്റെ കയ്യിൽ ഓൾറെഡി മാസിൻ്റെ ലിപ് ലൈനേഴ്സ് ഉണ്ട്. ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് റെഡ് ടീസ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഞാൻ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നോക്കുന്നുണ്ട്, പക്ഷേ പൊട്ടിച്ചു. അപ്പം റെഡ് ടീസ് എന്ന് പറഞ്ഞ ഷെയ്ഡ് എങ്ങനെയുണ്ട് എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ റോയൽ റെഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ചോക്ലേറ്റ്, ഒരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ബ്രൗൺ ഒന്നും ഡെയിലി യൂസിന് പറ്റിയതല്ല. ആ ബ്രൗൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതായിരുന്നു. പക്ഷേ അത് ഒരു ഡെയിലി യൂസിനല്ല, ഒരു ഒക്കേഷണൽ വെയറൊക്കെ ആയിട്ടേ അത് പറ്റുള്ളൂ. സൂപ്പർ. എന്താ കൺസിസ്റ്റൻസി, നല്ല ക്രീമി കൺസിസ്റ്റൻസി, അടിപൊളി. എനിക്ക് ശരിക്കും ഇഷ്ടമാണ്. മാസിൻ്റെ സ്വിസ് ബ്യൂട്ടിൻ്റെ ഐബ്രോ പെൻസ് ലിപ് ലൈനേഴ്സ് സൂപ്പർബാണ് കേട്ടോ, അടിപൊളിയാണ്. നല്ല കളർ. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത പർച്ചേസ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇതൊരു മേക്കപ്പ് റീയൂസബിൾ മേക്കപ്പ് റിമൂവർ ക്ലെൻസിങ് പാഡാണ് കേട്ടോ. ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഉപയോഗമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം മേക്കപ്പ് ഇടാറില്ലെന്നല്ല, മേക്കപ്പ് ഇടാറുണ്ട്. എൻ്റെ അടുത്ത് മറ്റേ ഇത് വെറുതെ അങ്ങോട്ട് തുടക്കിയല്ലല്ലോ ചെയ്യണ്ടേ, മറ്റേ മൈസല്ല വാട്ടറോ ബാമൊക്കെ തേച്ചിട്ട് വേണ്ടേ തുടയ്ക്കുക. ആ സാധനമൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞാനങ്ങ് എടുത്തു, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് ഞാൻ കുറേ പേര് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണെന്ന് എനിക്കറിയാം. ഇത് റീയൂസബിൾ ആണ് കേട്ടോ. സച്ച് സോഫ്റ്റ്. നമുക്ക് ഇങ്ങനെ തുടച്ച് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസിൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്ന് പറയില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആയിരിക്കും എന്ന് എനിക്കറിയാം. ഇതിൽ കൊടുത്തേക്കുന്ന MRP 325. അത്രയ്ക്കുള്ളതൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. വൺ പീസ് ഒരു പീസാണ് കേട്ടോ. ശരി, അതെനിക്കറിയാലോ. ബ്രോൺസൺ പ്രൊഫഷണലിൻ്റെ തന്നെയാണ് ഇതും. നമ്മൾ നേരത്തെ കാണിച്ചതിൽ എന്തോ ഒന്ന് ബ്രോൺസൺ പ്രൊഫഷണൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് ഹൗ ടു യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഹൗ ടു യൂസ് ഒക്കെ വായിച്ച് നോക്കണം. എന്നാലും എങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിയുള്ളൂ. സാധനം വാങ്ങി വെച്ചിട്ട് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കണം എന്നാണ് ഇവർ പറയുന്നത്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഭാവിയിൽ.
വലിയ വലിയ വീഡിയോസൊക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു 5-6 പ്രൊഡക്ട്സ് അല്ലേ, ബിലോ 100 ആണ് എല്ലാത്തിൻ്റെയും കൂടെ. എല്ലാം ബിലോ 100 ആണ്. ആൻഡ് ആ ലിപ് ലൈനേഴ്സൊക്കെ വന്നിട്ട് ഐ തിങ്ക് ഇറ്റ്സ് 55 or 60 അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നൈക്കയിലാണ് ഞാൻ കൂടുതൽ കുറച്ചുകൂടി ഒരു വെറൈറ്റി കണ്ടിട്ടുള്ളത്. ബിലോ 100 നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു വെറൈറ്റി ഉള്ളത് നൈക്കയിലാണ്. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.